കേസിൽ ഇ ഡി വീണയെ ചോദ്യം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് വീണയുള്ളത്. നേരത്തെ ഹാൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. ഹാൻസെ, വീണ ചോദ്യമുനയിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഒപ്പം കൂടുതൽ പോലീസ് വിന്യാസം തിരുവനന്തപുരത്തെ വസതിയിലുണ്ടെന്നും അറിയുന്നു. അതേ സേതു, വീണ ടിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 6 മണിയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതിനു ശേഷമുള്ള പരിശോധനകളുടെ ഭാഗമായിട്ടാണ് വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ പണമിടപാട് നടത്തിയിട്ടുള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CMRL ഇത്രയധികം തുക മാസങ്ങളായി ഈ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ എത്ര മണിവരെ തുടരും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും വൈകുന്നേരത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാം എന്നുള്ളൊരു നിഗമനത്തിലായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുക. അല്ലാത്ത പക്ഷം ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യാൻ നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മാസം ഇത്തരത്തിൽ ചെറിയ തുക വെച്ചുകൊണ്ട് ഈ 3 വർഷ കാലയളവിൽ 1.72 കോടി രൂപ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL എന്ന സ്ഥാപനം നൽകി എന്നുള്ള കേസിലാണ് ഇപ്പോൾ വ്യക്തത വരുത്താനായി ഇ ഡി ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് എക്സാലോജിക് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള വീണ ടിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ 6 മണിക്ക് എത്തിയ ഉദ്യോഗസ്ഥർ 2.5 മണിക്കൂർ പിന്നിട്ടിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്ത് ഉദ്യോഗസ്ഥർ വീണ ടിയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും അതിനോടൊപ്പം തന്നെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാതിരിക്കാനും കൂടുതൽ സുരക്ഷാ സേന അല്ലെങ്കിൽ സുരക്ഷാ വിന്യാസം ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഒരു ജീപ്പ് നിറയെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ വീടിന് സുരക്ഷ നൽകുന്ന രീതിയിലല്ല അവർ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. വീടിന് പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷമോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ തന്നെ പലയിടങ്ങളിലും ഈ കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്ന പിണറായി വിജയനുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ CPM പ്രവർത്തകർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഈ തലസ്ഥാനത്തും ഉണ്ടാകുമോ എന്നുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിലേക്ക് വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തള്ളിക്കളയാനാവില്ല. കാരണം CPIMൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഉന്നതനായിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് BJP ആണ്. BJP അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും അതിനോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഇ ഡിയെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ BJP നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം നമ്മൾ കണ്ടതാണ്.